നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. DDE ഓഫീസ് ഉപരോധിച്ച KSU നേതാക്കളെ മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ. അധ്യാപനം അധ്വാനമായി കാണരുതെന്ന് നടൻ പ്രേംകുമാർ. പരിധിയില്ലാത്ത വർഗീയതയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ നടത്തുന്നതെന്ന് കെ മുരളീധരൻ MP. ഖാസി, നാലകത്ത്, മുഹമ്മദ് കോയ പണ്ഡിതന്മാർക്ക് മാതൃകയെന്ന് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി കാഴ്ച വിരുന്നൊരുക്കി ഡ്രോൺ ലൈറ്റ് ഷോ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. DDE ഓഫീസ് ഉപരോധിച്ച KSU നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുരാജിന്റെ ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധം നടന്നത്. യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടി DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധിക്കുന്നവരെ ആക്രമിച്ച് പിണറായിയുടെ ഗുഡ് ബുക്കിൽ കയറാനുള്ള ശ്രമമാണ് ACP ബിജുരാജ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജുരാജ് ഗുണ്ടയാണെന്നും അദ്ദേഹം അഴിമതിക്കാരനും കള്ളനുമാണെന്നും പ്രവീൺകുമാർ ആരോപിച്ചു. നിന്റെ കൈക്കൂലി കഥകൾ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില CPM നേതാക്കൾക്ക് പണപ്പിരിവ് നടത്തുന്ന നാണയങ്ങട്ട് ഓഫീസറായി മാറി തങ്ങളോട് ഞങ്ങൾ സഹതപിക്കുന്നു, പുച്ഛിക്കുന്നു. ഞാനിത് പറഞ്ഞ് തെറ്റാണെങ്കിൽ എന്റെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ബിജുരാജ് വെല്ലുവിളിക്കുന്നു. ഈ ആരോപണം ഞാൻ ആവർത്തിക്കുന്നു. ആവിക്കത്തോട്, കോതി ബ്രാൻഡ്, എക്സിബിഷനുകൾ, മാഫിയ സംഘങ്ങൾ എല്ലാവരോടും പണം പിരിച്ചിത തെളിവുകൾ ഞങ്ങൾ കുറിച്ചിട്ടിരിക്കുന്നു. ബിജുരാജ് താങ്കളാണ് വാങ്ങിയത്. ഞങ്ങളിത് പറയും. തെറ്റാണെങ്കിൽ കേസ് കൊടുക്കുക. ഇന്നിപ്പോ എന്റെ ഒരു പോലീസ് ഓഫീസർ വിളിക്കുക രാവിലെ, ഷഹിനെ അത് സൂക്ഷിച്ചൊക്കെ പോയാൽ മതി. ഇതേഷോട് പറയാ, ഞാൻ പ്രവീണിന്റെ ഫ്രണ്ടായിട്ട് പറയാണ്, അയാൾക്ക് വേണേ വാറണ്ടൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പിടിക്കാം. ആരും പേടിക്കുന്നു ബിജുരാജ്. വീട്ടിൽ വന്ന് പിടിക്കാൻ വാ. 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ പേപ്പർ ചോർന്നെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് KSU പ്രവർത്തകർ DDE ഓഫീസ് ഉപരോധിച്ചത്. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് അടക്കം 12 പേർ ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അധ്യാപനം അധ്വാനമായി കാണരുതെന്ന് നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 14 ജില്ലകളിലെ 80ഓളം സെന്ററുകളിൽ നിന്നായി 500ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് സംസ്ഥാന കലോത്സവത്തിനാണ് ജൂബിലി ഹാളിൽ തുടക്കമായത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ആർട്ട് ഫെസ്റ്റ് നടനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപനം അധ്വാനമായി കാണരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപകർ എന്ന് പറയുന്നത് അതൊരു വലിയ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അധ്യാപനം എന്ന് പറയുന്നത് അതൊരു അധ്വാനമായി കാണാതെ അതൊരു ദൈവികമായ നിയോഗം പോലെ കണ്ട് ഒരു തലമുറയെ നന്മയിലേക്കും ശരിയിലേക്കും വിരൽ ചൂണ്ടാൻ പ്രേരിപ്പിക്കുന്ന, അതിനുള്ള ശക്തി പകരുന്ന അത്രയേറെ കരുത്തുള്ളവരാണ് അധ്യാപകരെന്ന് ഞാൻ ഹൃദയപൂർവ്വം. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ K സതീശൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ശോഭീന്ദ്രൻ സ്മൃതി വൃക്ഷം പ്രേംകുമാർ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മുഖ്യ രക്ഷാധികാരി MA ജോൺസന് കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലയിൽ അറിയപ്പെടാത്ത കോട്ടൂർക്കോണം, തൈ 14 ജില്ലകളിൽ 80 സെന്ററുകളിൽ സ്മൃതി വൃക്ഷമായി വളരുമെന്ന് MA ജോൺസൺ പറഞ്ഞു. ഗായകൻ VT മുരളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെയർമാൻ പ്രതാപ് മണോലിസ, സ്വീകരണ കമ്മിറ്റി കൺവീനർ KB മദൻലാൽ എന്നിവരും സന്നിഹിതരായി. തുടർന്ന് വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. 5 വേദികളിൽ
16 മത്സര ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. നാട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യൻ രാവിലെ കള്ളും കുടിച്ച് അങ്ങ് ഇറങ്ങും. അവർ പറക്കട്ടെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിധിയില്ലാത്ത വർഗീയതയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ നടത്തുന്നതെന്ന് കെ മുരളീധരൻ MP. കോഴിക്കോട് DCCയിൽ കോൺഗ്രസ് ജന്മദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പ്രവർത്തകരും നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് DCCയിൽ നടന്ന കോൺഗ്രസ് ജന്മദിന പരിപാടികൾ കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഭരിക്കുന്നവർക്ക് ഒന്നിനെയും കൂസലില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തീവ്ര ഹിന്ദുത്വം, മൃദു ഹിന്ദുത്വം തുടങ്ങിയ നിലപാടൊന്നും കോൺഗ്രസിനില്ല. 2024 ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യ സഖ്യത്തെ നയിക്കണമെന്നാണ് കേരള ഘടകത്തിന്റെ ആഗ്രഹമെന്നും കെ മുരളീധരൻ MP കൂട്ടിച്ചേർത്തു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടക്കുന്ന പ്രവർത്തനം, അതൊക്കെ സത്യം പറഞ്ഞാൽ BJP ഒരുക്കുന്ന ചതിക്കുഴിയാണ്. 1977 നമുക്ക് അധികാരം നഷ്ടപ്പെട്ട് നമ്മൾ 80 അധികാരത്തിൽ വന്ന കാലഘട്ടമല്ല ഇതൊന്നും. കാരണം അന്ന് വർഗീയതയ്ക്കൊരു ഒരു പരിധിയില്ലായിരുന്നു. ഇന്ന് പരിധിയില്ലാത്ത തോതിലുള്ള വർഗീയതയാണ് ഇന്ത്യ ഭരിക്കുന്നവർ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ തന്നെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് യാതൊരു കാരണവശാലും ഭരണകർത്താക്കളല്ല ഒരു ക്ഷേത്രം ഉദ്ഘാടനം, ഒരു ക്ഷേത്രം രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രികളോ അല്ലെങ്കിൽ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളോ ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, NSU ജനറൽ സെക്രട്ടറി അഭിജിത്ത് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖാസി നാലകത്ത് മുഹമ്മദ് കോയ പണ്ഡിതർക്ക് മാതൃകയെന്ന് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ഖാസി ഫൗണ്ടേഷൻ 15ാം വാർഷികവും അവാർഡ് ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖാസി സ്മാരക അവാർഡ് ഡോക്ടർ പുത്തൂർ റഹ്മാന് സമ്മാനിച്ചു. ഹോട്ടൽ ട്രൈപ്പൻഡയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഖാസി ഫൗണ്ടേഷന്റെ 15ാം വാർഷികവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചത്. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് മാതൃകയായിരുന്നു ഖാസി നാലകത്ത് മുഹമ്മദ് കോയയെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിച്ചിരുന്ന കാലത്ത് നമുക്കൊക്കെയും ഏറ്റവും അടുത്ത് ബന്ധപ്പെടാൻ കഴിയാവുന്ന പണ്ഡിത ശ്രേഷ്ഠൻ ഒരാളായിരുന്നു നാലകത്ത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. നമ്മുടെ പ്രദേശത്തിന്റെയും നമ്മുടെ കോഴിക്കോട് പട്ടണത്തിന്റെയും ഒരുപക്ഷെ പണ്ഡിതന്മാർ എങ്ങനെയായിരിക്കണം എന്ന് ജീവിച്ചു കാണിച്ച ആ മഹാനുഭാവന്റെ ജീവിതത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമകാലിക പണ്ഡിതന്മാർക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുകയാണ്. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ സേവനം പരിഗണിച്ച് KMCC UAE നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പുത്തൂർ റഹ്മാന് ഈ വർഷത്തെ ഖാസി അവാർഡ് അഹമ്മദ് ദേവർകോവിൽ MLA സമ്മാനിച്ചു. ചടങ്ങിൽ ഖാസി ഫൗണ്ടേഷൻ ചെയർമാൻ MV മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. മേയർ ബീന ഫിലിപ്പ് ആംബുലൻസ് താക്കോൽ ദാനവും പാലിയേറ്റീവ് സെന്ററുകൾക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണം PK അബ്ദുള്ള കോയയും സുവനീർ പ്രകാശനം ചരിത്രകാരൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി PV ചന്ദ്രന് നൽകിയും നിർവഹിച്ചു. കൗൺസിലർ K മൊയ്തീൻ കോയ, KV കുഞ്ഞഹമ്മദ്, KV ഇസ്ഹാഖ്, ഡോക്ടർ K കുഞ്ഞാലി, CA ഉമ്മർ കോയ, PT ആസാദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് 3ാം സീസണിന്റെ ഭാഗമായി മറീന ബീച്ചിന്റെ ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്ത് ഡ്രോൺ ലൈറ്റ് ഷോ കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചവിരുന്ന്. കേരളത്തിൽ തന്നെ ആദ്യമായി നടത്തിയ ഡ്രോൺ പ്രദർശനമാണ് വർണ്ണക്കാഴ്ചകളാൽ വിസ്മയം തീർത്തത്. 4,47,320 വിദേശ
വിനോദസഞ്ചാരികളും ഈ കാലവും പ്രധാനപ്പെട്ടതാണ് ബേപ്പൂർ വാട്ടർഫോൾ. ബേപ്പൂർ മറീന ബീച്ചിൽ അക്ഷമരായി കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുന്നിൽ രാത്രി 8:45 ഡ്രോണുകൾ പറന്നുയർന്നു. കയ്യടികളോടെ ഡ്രോൺ വരവിനെ സ്വീകരിച്ച ആയിരങ്ങൾ മൊബൈൽ ക്യാമറകൾ ഉപയോഗിച്ച് ഓരോ ദൃശ്യങ്ങളും ഒപ്പിയെടുത്തു. 13 മിനിറ്റുകൾ നീണ്ട ഡ്രോൺ ഷോയിൽ വെൽക്കം ടു ബേപ്പൂർ, കേരള ടൂറിസം ലോഗോ, ഗോഡ്സ് ഓൺ കൺട്രി, വളയങ്ങൾ, ലൈറ്റ് ഹൌസ്, ഓളപ്പരപ്പിൽ ഒഴുകുന്ന ബോട്ട്, ചലിക്കുന്ന മത്സ്യം, ഗ്ലോബൽ കഥകളി രൂപം, നർത്തകി രൂപം, താളുകൾ മറിക്കുന്ന പുസ്തകം, ബേപ്പൂർ ഫെസ്റ്റ് ലോഗോ, ഇന്ത്യൻ ഭൂപടം തുടങ്ങിയ ദൃശ്യങ്ങളാണ് തെളിഞ്ഞത്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, KTIL ചെയർമാൻ SK സജീഷ് എന്നിവരുൾപ്പെടെ നിരവധി ആളുകൾ ഡ്രോൺ കാഴ്ചകൾ വീക്ഷിക്കാനായി മറീന ബീച്ചിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. ഷോയിൽ 250 ഡ്രോണുകൾ അണിനിരന്നു. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള IIT സ്റ്റാർട്ടപ്പായ ബോട്ട് ലാബ് ഡൈനാമിക്സ് ആണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ഇതര സ്ഥലങ്ങളിൽ ഡ്രോൺ ഷോ നടത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ നടത്തിയ സ്ഥലമെന്ന പ്രത്യേകതയും ഇനി ബേപ്പൂരിന് സ്വന്തം. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികൾ ആദരിച്ചു. നവകേരള സദസ്സിൽ MDC സമർപ്പിച്ച നിവേദനത്തിലെ ആവശ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു. MDC പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി മന്ത്രിയെ പൊന്നാടയണിയിച്ചു. നവകേരള സദസ്സിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ സമർപ്പിച്ച നിവേദനത്തിലെ ആവശ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയതായുള്ള അനുകൂല മറുപടിക്കുള്ള നന്ദിയും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികൾ മന്ത്രിയെ അറിയിച്ചു. ആഗോള ടൂറിസ്റ്റ് പട്ടികയിൽ കേരളത്തോടൊപ്പം മലബാറിനും അർഹമായ പരിഗണന നൽകിയ ടൂറിസം മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. അംഗീകാര നിറവിൽ നിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ കൂറ്റൻ കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം നൽകിയും ദീപാലങ്കാരങ്ങൾ നടത്തിയും കലാപരിപാടികൾ സംഘടിപ്പിച്ചും ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ്, ടൂറിസം മേള, ഇരിങ്ങലിൽ സർഗാലയ മേള എന്നിവ നടത്തിയ ടൂറിസം വകുപ്പിന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും പ്രവർത്തനങ്ങൾ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും അവർ പറഞ്ഞു. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി മന്ത്രി മുഹമ്മദ് റിയാസിനെ പൊന്നാടയണിയിച്ചു. വൈസ് പ്രസിഡന്റ് TP വാസു, ജനറൽ സെക്രട്ടറി MK അയ്യപ്പൻ, സന്നാഫ് പാലക്കണ്ടി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NSS സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കം. അച്യുതൻ ഗേൾസ് ചാലപ്പുറം NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ ക്യാമ്പ് ബേപ്പൂർ HSSലാണ് നടക്കുന്നത്. വാർഡ് കൌൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലപ്പുറം NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സഹവാസ ക്യാമ്പ് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ M ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എനിക്കറിയാം, യുവജനങ്ങളുടെ വെറും സേവന സന്നദ്ധത മാത്രമല്ല, പ്രകൃതി ഇതിൽ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നല്ല രീതിയിലേക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവട്ടെ. ഇന്നത്തെ ഈ ചുറ്റുപാടിൽ നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സാധ്യതകളാണ് നമ്മൾ ജീവിക്കാവാനൊക്കെ. അപ്പൊ അതൊന്നൊക്കെ വ്യതിരിച്ചുകൊണ്ട് പോവാതെ നല്ല രീതിയിലേക്ക് നല്ല കുട്ടികളായിട്ട് വളരാനും അതേപോലെ തന്നെ സമൂഹത്തിനെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സുനിൽ മാധവ് അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി, ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VT കൃഷ്ണൻ, ഗവൺമെന്റ് സെക്രട്ടറി KV ആനന്ദൻ, PTA പ്രസിഡന്റ് വിപിൻ കുമാർ, SMC ചെയർമാൻ സുധീർ, സിനിമാ കലാസംവിധായകൻ മുരളി ബേപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരള ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ 11ാമത് സംസ്ഥാന സമ്മേളനം ഡിസംബർ 30-നും 31-നും കോഴിക്കോട്ട് നടക്കും. ഹോട്ടൽ ട്രൈപ്പന്റയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം, പൊതുയോഗം, അവാർഡ് ദാനം, യാത്രയയപ്പ്, കലാസന്ധ്യ തുടങ്ങിയ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ജന്തുജന്യ രോഗങ്ങളുടെ ക്രമാതീതമായ ഒരു അതിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, കോഴിക്കോട് നിപ്പ, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമാണ് തെരുവുനായ ശല്യം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഈ കോവിഡ് പോലത്തെ രോഗങ്ങൾ പോലും, പുതിയ രോഗങ്ങളെല്ലാം ന്യൂ എമർജിംഗ് ഡിസീസസ്, അതിൽ 70% വരുന്നതും ഈ പറയുന്ന ജന്തുജന്യ സോഴ്സാണ്, സൂനോട്ടിക് സോഴ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മേഖലയുടെ ഒരു പ്രസക്തി പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്
മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ. ചികിത്സയോടൊപ്പം മൃഗസംരക്ഷണ വകുപ്പിലെ പദ്ധതികളും ജനകീയ ആസൂത്രണ പദ്ധതികളും വാക്സിനേഷൻ യജ്ഞങ്ങളും തുടങ്ങി വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മൃഗസംരക്ഷണ മേഖലയുടെ പുരോഗതിക്കായി സർക്കാർ പദ്ധതികളെ മികച്ചതാക്കാനുള്ള ചർച്ചകളും വെറ്റിനറി ഡോക്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങളുടെ വിശദമായ വിശകലനവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. ഡിസംബർ 30-ന് സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 31-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹമാരെ റഫി സാഹിബ് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ 100ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി റഫി അറ്റ് 100 മെഗാ ഷോ നടത്തും. ഡിസംബർ 30-ന് വൈകിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. വ്യവസായപ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുൻപതി നിൽക്കുന്ന ഒരു മസ്കറ്റ് വ്യവസായിയുണ്ട്, CK യൂസഫ് സാഹിബ്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് ഓണർ ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സജ്ജാദ് കാലിക്കറ്റ് എന്ന ജൂനിയർ റഫി ഓഫ് കേരള എന്നറിയപ്പെടുന്ന സജ്ജാദിന്റെ നേതൃത്വത്തിൽ ലീഡ് ചെയ്യുന്ന ഒരു മെഗാ ഇവന്റും അതേപോലെ തന്നെ ഗാനങ്ങളെയാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. റഫിയറ്റ് 100 പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വടകര ഇരിങ്ങൽ സ്വദേശി CKV യൂസഫിനെ ആദരിക്കും. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ CP സദക്കത്തുള്ള, ഡോക്ടർ K മൊയ്തു, ഡോക്ടർ മഹറൂഫ് രാജ്, ഷമീർ പടവണ, ഡോക്ടർ M കുഞ്ഞബ്ദുള്ള, PV ഇസ്ഹാഖ്, VP സജാദ്, ഡോക്ടർ രാജേന്ദ്രനാഥ് എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഹമാരെ റഫി സാഹിബ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് VP ഷഫീഖ്, ജനറൽ സെക്രട്ടറി CP ഷബീർ, ട്രഷറർ ഫൈസൽ പയ്യനാട്ട്, കോർഡിനേറ്റർ VP സജ്ജാദ് കാലിക്കറ്റ് എന്നിവർ പങ്കെടുത്തു. റഫിയറ്റ് 100 സംഗീത വിരുന്നിന് റഫി ഫെയിം സജ്ജാദ് കാലിക്കറ്റ്, ഫൈസൽ പയ്യനാട്ട് എന്നിവർ നേതൃത്വം നൽകുമെന്നും സുശാന്തും സംഘവുമാണ് ഓർക്കസ്ട്രേഷൻ ഒരുക്കുകയെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെരുവയലിൽ നടന്ന പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോൺലാൻഡ് കൊണാറമ്പ് ജേതാക്കളായി. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പാലഡൻസ് പെരുവയലിനെയാണ് കോൺലാൻഡ് പരാജയപ്പെടുത്തിയത്. 4 ദിവസങ്ങളിലായി നിരവധി പ്രാദേശിക ക്ലബ്ബുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. പെരുവയൽ സോക്കർ ടർഫ് കോർട്ടിൽ 4 ദിവസമായി നീണ്ടുനിന്ന എലാശ്ശേരി രാജീവ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കും പുതിയടത്ത് സാമി വിന്നേഴ്സ് ട്രോഫിക്കും പീടികക്കണ്ടിയിൽ ഗോപിനാഥൻ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ പാലഡൻസ് പെരുവയലും കോൺലാൻഡ് കൊണാറമ്പും ഏറ്റുമുട്ടി. മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കോൺലാൻഡ് കൊണാറമ്പ് ജേതാക്കളായി. 6ാം തവണയാണ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രദേശത്തും സമീപ പ്രദേശത്തുമുള്ള മുഴുവൻ കായിക താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചത്. പ്രദേശത്ത് തന്നെയുള്ള വിവിധ ഇനം ക്ലബ്ബുകളെ കോർത്തിണക്കിക്കൊണ്ട് ഇതിനായി പ്രത്യേക കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു. സമാപന ചടങ്ങിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കലാകായിക സാമൂഹിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ രവികുമാർ പനോളി മത്സര വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പ്രീമിയർ ലീഗ് സീസൺ 6 വിജയികൾക്ക് നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന നമ്മുടെ പെരുവയൽ പ്രീമിയർ ലീഗിന്റെ 6ാമത് മത്സരം വളരെ ഭംഗിയായി ഇവിടെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ഫുട്ബോൾ താരങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നതിന് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ചെയർമാൻ ഉനൈസ് അരീക്കൽ അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ അനൂപ് PG, മജ്നു, PK സാഹിദ്, നിജേഷ് മുണ്ടക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. ഗുരുവായൂരിൽ മാങ്കാവ് മാനവേദ കൈകൊട്ടിക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളി അരങ്ങേറി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വിളക്കിനോടനുബന്ധിച്ചാണ് പരിപാടി നടന്നത്.
ഗുരുവായൂരിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വിളക്കിനോടനുബന്ധിച്ച് മാനവേദ കൈകൊട്ടിക്കളി സംഘം തിരുവാതിരക്കളി അവതരിപ്പിച്ചു. ബിന്ദു ബാലമുരളി, ശ്രീജ സജീഷ്, ജയമുരളി, സുമിത ശങ്കർ, മഞ്ജു ശ്രീനിവാസൻ, നീരജ രഞ്ജിത്ത്, ദിവ്യ ദിനേശ്, സുനേന വിനീഷ്, മീര റാം, മഞ്ജു ശ്യാം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്രിസ്മസ് ന്യൂ ഇയർ മേളയുടെ ഭാഗമായി ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ പ്രഭാഷണ പരിപാടി. ഖാദിയുടെ പ്രകൃതി ജീവന ചിന്തകൾ എന്ന വിഷയത്തിൽ ജേക്കബ് വടക്കഞ്ചേരിയാണ് പ്രഭാഷണം നടത്തിയത്. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ 40 വർഷം പ്രമാണിച്ച് മിഠായിത്തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടത്തുന്ന ക്രിസ്തുമസ് ന്യൂ ഇയർ മേളയുടെ ഭാഗമായി ഖാദിയുടെ പ്രകൃതി ജീവന ചിന്തകൾ എന്ന വിഷയത്തെ അധികരിച്ച് ജേക്കബ് വടക്കഞ്ചേരി പ്രഭാഷണം നടത്തി. കോഴിക്കോട് സർവോദയ സംഘം ട്രഷറർ MK ശ്യാംപ്രസാദ് അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി P വിശ്വൻ, എംപോറിയം മാനേജർ K വിനോദ് കുമാർ എന്നിവരും സംസാരിച്ചു. മേളയുടെ സമാപന ദിവസമായ ജനുവരി 6 വരെ എല്ലാ ദിവസങ്ങളിലും സായാഹ്നങ്ങളിൽ വൈവിധ്യമാർന്ന സാമൂഹ്യ സാംസ്കാരിക കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് മേളയിലേക്കുള്ള പ്രവേശനം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കരകൗശല വസ്തുക്കൾ, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 10% കിഴിവും മേളയിലൂടെ ലഭിക്കും. ആകർഷകമായ സമ്മാന പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ വീതം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. DDE ഓഫീസ് ഉപരോധിച്ച KSU നേതാക്കളെ മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ. അധ്യാപനം അധ്വാനമായി കാണരുതെന്ന് നടൻ പ്രേംകുമാർ. പരിധിയില്ലാത്ത വർഗീയതയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ നടത്തുന്നതെന്ന് K മുരളീധരൻ MP. ഖാസി നാലകത്ത് മുഹമ്മദ് കോയ പണ്ഡിതന്മാർക്ക് മാതൃകയെന്ന് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി കാഴ്ച വിരുന്നൊരുക്കി ഡ്രോൺ ലൈറ്റ് ഷോ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.